ഓക്കെ, അതിന് ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നോക്കിക്കാണുന്നില്ല. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു വീഡിയോ ലൂസായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഞാനങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാറില്ല. ചിലപ്പോൾ അതിൻ്റെതായിരിക്കാം. പലരും പറയാറുണ്ട് ഇതിപ്പം അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയൊക്കെ ആണ്, ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഫിൽട്ടർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക്കലി. അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ. അതിനിങ്ങനെ നോക്കിക്കാണുന്നു പറഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും സന്തോഷമാണല്ലോ. ഇപ്പം നമ്മൾ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടുക, അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം ഐ എം വെരി ഹാപ്പി ദാറ്റ് അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അതെ അതെ. ജയഗണേഷിലെ ക്യാരക്ടർ നിധിയും RDXയുടെ മെയിൻ തമ്മിൽ ഒരു സാമ്യം ഉണ്ടാവില്ല. അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ ഒരു ക്യൂട്ട് ഒരു ഇതിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം ഇനി വരാൻ പോകുന്ന അടുത്ത സിനിമ RDXന് ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിലാവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിത്ത് സാർ പറഞ്ഞു തന്നപ്പോഴും ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി. ഭയങ്കര ബോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി. അപ്പം ആ ഒരു വേരിയേഷൻ ഇപ്പോൾ RDXലെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോജക്റ്റിൽ ചെയ്യുമ്പോഴുള്ള എനിക്ക് സന്തോഷം പേഴ്സണലി ദാറ്റ് ആ ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബോഡി ഉള്ളതുകൊണ്ട് ഷട്ടൂരി പോയതാ. ഞാൻ ഷട്ടൂരി അല്ല, അതല്ല. പ്രൊമോഷനായിട്ട് സംസാരിക്കാം. പ്രൊമോഷൻ അത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ഐ ഹാവ് വെരി ഗുഡ് ഫിസിക്. എനിക്ക് ഊരാനും ബുദ്ധിമുട്ടില്ല. പൊതുവെ ഫിസിക് ഉണ്ടെങ്കിൽ ആൾക്കാർ ഊരി കളയും, അത് കുഴപ്പമില്ല. അത് കോൺഫിഡൻസിന്റെയും കൂടെ ഒരു ഭാഗമല്ലേ. ഇപ്പം ഐ തിങ്ക് ഈസ് എക്സ്ട്രീംലി കോൺഫിഡൻറ്റ് അബൌട്ട് ഹിംസെൽഫ് ആൻഡ് ഹിസ് ബോഡി. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രൊമോഷനൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടാ ബോഡി അടിച്ചിരുമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരൻ ഊരിയില്ല. ദെൻ ഹി വാസ് ലൈക്ക് ഇല്ല കുറച്ചും കൂടെ ഒന്ന് ഫിറ്റ് ആവുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഊരും, ആര് ചോദിച്ചാലും ഞാൻ ഊരുന്ന് പറഞ്ഞതാണ്. അപ്പൊ ദെൻ ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ വിപിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇപ്പൊ ആള് കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നല്ലേ ബോഡിയിൽ? പ്രൊമോഷൻ ആയിട്ട് സംസാരിക്കാം. ബിക്കോസ് ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം ഒരു 15 CR ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് സിനിമ ചെയ്യണമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. കൊമേഴ്ഷ്യൽ ഇൻ ടേംസ് ഓഫ് അതിൻ്റെ വൈബ്, എനർജി, അങ്ങനെയൊക്കെ ആണല്ലോ. ഒരു യു ക്യാൻ ഡെഫിനറ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിൻ്റെ ട്രെയിലർ കട്ടും അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദ മൂവി ഇതൊക്കെ. അപ്പോൾ പ്രൊഡക്ഷൻ വാല്യൂ അത്രയും മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിത്ത് ഐക്കൺ സിനിമ നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിച്ചത്. സോ വി തോട്ട് ആൻഡ് ഐ ജെനുവൻലി ബിലീവ് ദാറ്റ് ഒരു വലിയ ഫാമിലി അല്ലെങ്കിൽ വലിയ സെറ്റ് ഓഫ് ആൾക്കാർ സിനിമ കാണാൻ വരുമ്പോൾ എന്തിനീ സിനിമ കാണണം, അതും വിഷുകാലത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള സിനിമ, ബിഗ് മൂവി, വി ആർ ഓൾറെഡി ഇൻവെസ്റ്റഡ് സോ മച്ച്. അപ്പോൾ അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾഡ് സ്കൂൾ പ്രൊമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളിവിടെ 5 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഞാൻ 10 മണിക്കൂർ ഇരിക്കാൻ റെഡിയാണ്. ബിക്കോസ് ഞാൻ ഒരു സിനിമ ഒരു വർഷം ഒരു ടെക്നീഷ്യൻ്റെ ഒപ്പം സെറ്റപ്പ് ഇരുന്ന് സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് ഇനി സിനിമ റിലീസായി നിങ്ങൾ കണ്ടു പറയുന്നതിനേക്കാളും നല്ലത് ഐ വോണ്ട് ടു ഇൻവൈറ്റ് യു, ഐ വോണ്ട് ടു സെലിബ്രേറ്റ് ഇറ്റ്. അങ്ങനെയൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഐ തോട്ട് ഫുൾ ഫ്ലെജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെയൊക്കെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാർ കാണും. ഇൻ ദാറ്റ് സെൻസ് ആ കൂട്ടത്തിൽ വി ഡു എ ലോട്ട് ഓഫ് ഇംപ്രോംപ്റ്റ് ആക്ടിവിറ്റീസ്. ലൈക്ക് ഇപ്പോൾ ഷർട്ട് ഊരുക അതൊരു പ്രൊമോഷൻ അല്ല, ഏത് ഷർട്ട് ഊരി എന്നാണ് പ്രൊമോഷൻ. ജയഗണേഷിൻ്റെ ടീഷർട്ട് ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പലതും ചെയ്തിട്ടുണ്ട് ഈ സിനിമ. അതെ അതെ, പുള്ളി കുറേ ഒരു ഹൈബർനേഷനിലായിരുന്നു രഞ്ജിത്ത്. ലൈക്ക് ഇങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്ത് നിന്നപ്പോൾ പല പോസ്റ്റേഴ്സ് തിരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യാം.
സോ അഗെയിൻ ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് എ ടീം വർക്ക്. എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബാണ്. സിനിമയുടെ സക്സസ് ആണ് അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് റിസൾട്ട്. ബട്ട് ഡ്യൂറിങ് ദ പ്രോസസ് ഈ സിനിമ എൻജോയ് ചെയ്യുക, അതും എനിക്കറിയില്ല എത്ര പേരാണ് അതിനെ എൻജോയ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ആ കൂട്ടത്തിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സിനിമയായിട്ട് ഇമോഷണലി കണക്റ്റ് ആയി പോകുന്ന ഒരാളാണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഡു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും വന്നു. സി നോട്ട് ജസ്റ്റ് ഇവരെയല്ല, ഇപ്പോൾ മൈമാസ് കൈം ഫ്രം കാസർഗോഡ് അല്ലേ, ആൻഡ് എല്ലാവരും. പക്ഷേ ഇപ്പോൾ അതാ ലിഗമെന്റ് ആണ് വരുന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ ഓർമ്മകൾ ഞാൻ വെക്കും. ബിക്കോസ് എൻ്റെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇവരെല്ലാവരും വന്നു. ഇപ്പോൾ ജെന്യുവൻലി സ്പീക്കിംഗ് ഇവർക്ക് ആർക്കും വരേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് സിനിമയിൽ അഭിനയിച്ചു, ദേ ഹാഡ് ദെയർ പ്രൊഫഷണൽ ലീഡ്. ഇനി മൂവ് ഓൺ ചെയ്യാം. ബട്ട് മോൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഹീസ് ഹാവിങ് ഹിസ് ബിസിനസ്. ഇപ്പോൾ രാജുവേട്ടൻ സോറി രാജമൗലി ഗാരു പണം ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഒരു അശ്വരി കേട്ട്. ഈസ് വെരി ബിസിയാ, ഈസ് വെരി വെരി ബിസി. ശങ്കറിനെ ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ 9ഓളം പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. സോ ഈസ് അഗെയിൻ ശങ്കർ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. ബട്ട് ഭയങ്കര വെറൈറ്റി ഓഫ് വേഴ്സറ്റൈൽ സോങ്സ് ഈ സിനിമയിലുണ്ട്. ഞങ്ങൾ ജൂക്ക് ബോക്സ് ഇറക്കി കഴിഞ്ഞു. AI വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കുക, അത് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ഇത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഗട്ട്സ്. ബിക്കോസ് പറയാൻ എളുപ്പമാണ്, ബട്ട് ടെക്നോളജി ലൈവായിട്ട് നടക്കുന്ന ടെക്നോളജിയൊക്കെ അപ്ഡേറ്റഡ് ആയ ടെക്നീഷ്യൻസ് ആണ്. ഇൻ ദാറ്റ്സ് എവറി സെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രൊമോഷൻ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ഞങ്ങൾ ഈ ജയഗണേഷ് ഞാൻ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വരെ നമ്മുടെ ട്രെയിലർ കളിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ US ഇങ്ങനെ ഒരു ദിവസം നടക്കായിരുന്നു ഓൺ ബാക്ക്. അപ്പോൾ ഐ തിങ്ക് മിഷൻ ഇമ്പോസിബിളിൽ ടോം ക്രൂസിൻ്റെ ഒരു സിനിമ ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ടോം ക്രൂസ് ഫാനാണ്, ആക്ഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്യണം, എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഒരു സിനിമ എടുക്കണം, അപ്പോൾ ട്രെയിലർ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ പ്രൊമോഷൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ആ പറഞ്ഞ ചേട്ടനെ വിളിച്ചു, ഒരു ട്രെയിലർ ഉണ്ട്. അപ്പോൾ ആരുടെ പറഞ്ഞു എൻ്റെ പടത്തിൻ്റെ ആണ്. അപ്പോൾ ദിസ് ഈസ് ഇതിപ്പോൾ ന്യൂയോർക്കിൽ എത്ര മലയാളികൾ അത് കണ്ടു എന്നല്ല, ടു ബി വെരി ഓണസ്റ്റ്. എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ സിനിമയുടെ ട്രെയിലർ അവിടെ കളിക്കണമെന്ന് വെച്ചാൽ അത് കളിപ്പിക്കണം. അത് പിന്നെ നമുക്ക് ആരോടും ചോദിക്കണം. ബിക്കോസ് പ്രൊമോഷനിൽ ഇന്നത് ചെയ്യാൻ പാടും ഇന്നത് ചെയ്യാൻ പാടില്ല ഒന്നുമില്ല. നിങ്ങളുടെ സിനിമ പൈസ മുടക്കി നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്ത ഒരു സിനിമയെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് ഇത്. ആൻഡ് ഈ പ്രസ് മീറ്റ് ഇപ്പം നിങ്ങളോട് ഞാൻ ഇത്രയും കാര്യം എന്തിനാണ് പറയുന്നത്, ത്രൂ യു നിങ്ങളുടെ ഓഡിയൻസ് ഈ സിനിമയെക്കുറിച്ച് അറിയും. എന്നാൽ പിന്നെ വിഷുകാലത്ത് ഇത്രയും ഒരു ടാലൻറ്റഡ് ആയ ആൾക്കാർ ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം. ഇതാണ് ഉദ്ദേശം. താങ്ക് യു. മൂന്ന് വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്ഷനിൽ ഇറങ്ങിയത് തന്നെ എൻ്റെ സിനിമകളിൽ, എൻ്റെ തുടക്കകാലത്ത് ഞാൻ എൻ്റെ സിനിമകളിൽ ഞാൻ ദൂരെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്പേസിൽ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ സിനിമകൾ വീണ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സിനിമകൾ പിന്നീട് TV-യിലോ മറ്റേ സ്ഥലത്ത് വരുമ്പോൾ കൊള്ളാമായിരുന്നല്ലോ എന്ന്. വൈ ഐ ഗോട്ട് ഇൻ ടു പ്രൊഡക്ഷൻ ഈസ് ദാറ്റ് ഒരു മിനിമം ക്വാളിറ്റി ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയുടെ അവസ്ഥ 2024 നമ്മളെ പഠിപ്പിച്ചത് 3, 4, 5 നല്ല സിനിമകൾ വന്നാലും പ്രേക്ഷകർ അത് കാണാൻ റെഡിയാണ്. സോ ഞാൻ ഒരിക്കലും എൻ്റെ സിനിമയെ ഞാൻ ചെറുതായി കാണാറില്ല. ബിക്കോസ് എൻ്റെ എഫേർട്ട് എവറി മൂവി ഐ തിങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഈ അടുത്തായിട്ടാണ് ഞാൻ സിനിമ ഇത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ 5 വർഷം വാസ് മോർ ഓഫ് ഒരു സിനിമ കിട്ടിയാൽ അഭിനയിക്കാം, പിന്നെ ഒരു 5 വർഷം ടു മച്ച് ഓഫ് സ്ട്രെസ്. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഇമോഷണലി വളർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എന്നെ സംബന്ധിച്ച് ഒരു സെലിബ്രേഷനാണ്. ഞാൻ അതിന് മുകളിലൊന്നും കാണില്ല. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ ഭായി, നമ്മളെ ചെറുതായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? കറക്റ്റ്. ഇപ്പോഴാണ് ഇവരെല്ലാം